ഹലോ ഗൈസ്, അങ്ങനെ കടൽ കാണണമെന്ന ആഗ്രഹവുമായി 4 യുവാക്കൾ റിയാദിൽ നിന്ന് ദമാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാ പോണേ? ഫ്ലാഷ് ബാക്ക്. പറ, എന്നാ നിന്റെ പ്രശ്നം എന്ന് പറ. അങ്ങനെ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ ഒരു വിധത്തിൽ വണ്ടി എടുത്തു. പിന്നെ അവന് ഈ വിശപ്പിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ബക്കാലുകളിലൊക്കെ ഒന്ന് നിർത്തേണ്ടി വന്നു. വിശക്കുവാണല്ലോ, അപ്പോൾ ഒരു സ്നിക്കേഴ്സ് കുത്തിക്കയറ്റാന്ന് ഞങ്ങൾ ഓർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബില്ലടിച്ച് കഴിഞ്ഞതിന് ഒരു ലോഡ് സാധനങ്ങളായി. യാത്ര വീണ്ടും മുന്നോട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നട്ടലിൻ്റെ ഇടയിൽ നിന്നൊരു ശബ്ദം. പിന്നെ വണ്ടി നിർത്തി അതൊന്ന് നിവർത്തിയെടുത്തു. വീണ്ടും യാത്ര തുടങ്ങിയാണ്. അങ്ങനെ പോയി ദമാമും കഴിഞ്ഞ് ബഹ്റൈൻ പാലം എത്തി. ഇതിൻ്റെ അപ്പുറം ബഹ്റൈനാണത്രേ. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വണ്ടി നിർത്തി അടിപൊളി ഒരു സൺറൈസും കഴിഞ്ഞ് നേരെ പോയി ഫ്രഷായി. എന്നിട്ട് പോയത് കോഴിക്കോടൻസ് ബിരിയാണിയിലേക്കായിരുന്നു. അവിടെ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ച് പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരെയിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കണമല്ലോ. അങ്ങനെ നേരെ ഒരു ചങ്ങായിയുടെ റൂമിലേക്ക് പോയി കിടപ്പായി. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങിപ്പോയി. ഇതുണ്ടോ, രംഗടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് എണീറ്റൊരു കട്ടച്ചായയും കുടിച്ച് നേരെ പോയത് കോബാർ കോർണിഷിലേക്കാണ്. ദമാമിൽ ഒരുമാതിരി അവിഞ്ഞ കാലാവസ്ഥ. ഹ്യൂമിഡിറ്റി കൂടിയിട്ട് വാർക്കപ്പണിക്ക് പോകണ പോലെ വേർത്ത് കുളിച്ച് ശ്വാസമൊന്നും വിടാൻ പറ്റാത്തൊരവസ്ഥ. കടൽ കാണാനുള്ള പൂതിയും കൊതിയൊക്കെ അവിടെ വെച്ച് തന്നെ തീർന്നു. പിന്നെ തിരിച്ച് 45 ഡിഗ്രി ചൂടുള്ള നമ്മുടെ റിയാദിലേക്ക് എങ്ങനെയും എത്തിപ്പെട്ടാൽ മതിയെന്നായി. എന്നിട്ട് വണ്ടി എടുത്ത് 100-120 ഒറ്റ വിടല. അപ്പോൾ ഓക്കെ, ബൈ.